തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയപ്പോൾ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷനാണ് കെ അനീഷ് കുമാർ. അനീഷ് കുമാർ തൃശൂർ മണലൂരിൽ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രചരണാർത്ഥം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ മണലൂരിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനായി എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് അനീഷിന്റെ ഈ ഒരു മത്സരത്തെ കാണുന്നത്? തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിലും അനീഷുമാരാണുള്ളത് കേട്ടോ. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസമുണ്ട്. 7 പേരും ജയിച്ചു വരണമെന്ന് തന്നെയാണ് പ്രതീക്ഷ, ആഗ്രഹം, പ്രാർത്ഥന, അഭ്യർത്ഥന എല്ലാം. അതിന് മതിയായ കാരണവുമുണ്ട്. ഒരു MP ആയി മന്ത്രിയായി വന്നതിന് ശേഷം പോലും തടസ്സങ്ങളെയാണ് അതിജീവിക്കേണ്ടത്. അതാണ് ചുമടായി വരുന്നതെങ്കിൽ ആ ചുമടിൻ്റെ ഭാരം കുറയ്ക്കാൻ മണലൂരിൽ അനീഷൻ ജയിച്ചു വരണം. അതുപോലെ തൃശ്ശൂരിൽ പത്മ ചേച്ചി, പുതുക്കാട് അനുയോജ്യനായ, ആ പ്രതലത്തിന് അനുയോജ്യനായ ഒരു കാൻഡിഡേറ്റ് വരും. അത് സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന തീരുമാനമനുസരിച്ച് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞാൻ പറയാൻ പാടില്ല. ഗുരുവായൂരും അതുപോലെ തന്നെ വരും. ഒല്ലൂര് അല്ലേ, നാട്ടികയിലെ സ്ഥാനാർത്ഥി ശ്രീ C.C. മുകുന്ദൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു MLA എന്ന നിലയ്ക്ക് ഒരു വ്യക്തിയായി അദ്ദേഹം വല്ലാണ്ട് വളർന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് എന്താ ഒരു അലോസരം സൃഷ്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ആ വ്യക്തിയെയാണ് വീണ്ടും ഞങ്ങളുടെ താമര ചിഹ്നത്തിൽ സമ്മാനിക്കുന്നത്. ഇപ്പോൾ ഈ മണലൂരിൽ 62,000 പേർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തവരാണ്. സ്വാഭാവികമായും ആ ഒരു ട്രെൻഡ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമ്പോൾ അതുണ്ടാവണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ ജോലിയും മാറ്റിവെച്ച്, എൻ്റെ ജോലിയുടെ ഭാരം ഇപ്പോൾ എന്താണെന്ന് അറിയാം, അതൊക്കെ എൻ്റെ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഈ കാറിൽ കയറി കഴിഞ്ഞാൽ മുഴുവൻ അതിൻ്റെ കോൺകോളുകളിലായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നൊരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ശ്രമം കൊണ്ട് കിട്ടുന്ന, നിങ്ങൾ സമ്മാനിക്കുന്ന ഫലം എൻ്റെ പിന്തുണയായി മാറും. ഒരു MP എന്ന നിലയ്ക്ക് എനിക്ക് വലിയ പിന്തുണയായി മാറും. ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് മണലൂർ. ഇപ്പോൾ സ്വാഭാവികമായും ഈ വികസന പദ്ധതികൾ, MP-യുടെ ഒരു വികസന പ്രവർത്തനത്തിൽ വിമർശിക്കുന്നവരുണ്ട്. അപ്പോൾ ആ വിമർശനങ്ങൾ എങ്ങനെയാണ്? ആ വിമർശനങ്ങൾ എന്താണ്, വിമർശനമായിട്ട് ഉന്നയിക്കാൻ അവർക്കൊരു യോഗ്യതയുമില്ല. എനിക്കിനിയും 3.25 വർഷം ബാക്കിയുണ്ട്. അന്നേരം വരൂ സാറന്മാരെ, അന്നേരം ഞാൻ അതിനുള്ള മറുപടി തരാം. അത് ഇവിടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കും. പക്ഷെ അതിലേക്ക് ഈ 1.25 വർഷം കൊണ്ട് എന്തിനൊക്കെ തടസ്സമിട്ടു തൃശ്ശൂരിൽ, അതിനെതിരെ കോൺഗ്രസിൻ്റെ ആൾക്കാർക്ക് എന്നെ പിന്തുണയ്ക്കുന്ന തരത്തിൽ, അതായത് കാര്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഒരു ശത്രുവാണെങ്കിൽ പോലും അയാളുടെ കയ്യിലാണ് അധികാരമെങ്കിൽ അത് സാധിച്ചെടുത്തു കൊടുക്കാനായിട്ട് ഇവിടുത്തെ എത്ര കോൺഗ്രസ്സുകാർ എനിക്ക് നേരെ വന്ന തടസ്സങ്ങൾക്ക് മുനയൊടിക്കാൻ, അല്ലെങ്കിൽ ആ തടസ്സങ്ങളെ മീറാൻ എനിക്ക് ഒരു പിന്തുണ നൽകാൻ വന്നു. അതെനിക്കല്ലല്ലോ ആ പിന്തുണ, ജനങ്ങൾക്കല്ലേ. അവരുടെ ലഭ്യതയല്ലേ തടഞ്ഞു വയ്ക്കുന്നത്. എവിടെയൊക്കെയാണുള്ളത്? ജനറൽ ആശുപത്രിയിലില്ലേ? ജനറൽ ആശുപത്രിയിൽ 33 ലക്ഷം രൂപയുടെ അല്ലേ ഒരു പദ്ധതി. എൻ്റെ അമ്മ മരിച്ചത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ? അപ്പോൾ അങ്ങനെ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമാനമായ ഒരു ലാബ് അവിടെ വരുന്നതിന് ഉള്ള സാധ്യത ഇല്ലാതാക്കി. ഏത് കോൺഗ്രസ്സുകാരനാണ് അതിനു വേണ്ടി വാദിച്ചത്? അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ ചോദ്യം ചെയ്താൽ? അങ്ങനെ ചോദ്യം ചെയ്താൽ സുരേഷ് ഗോപിക്കല്ലല്ലോ പിന്തുണ, അത് ഇവിടുത്തെ ജനതയ്ക്കല്ലേ. സുരേഷ് ഗോപിയുടെ വികസന പദ്ധതികൾക്ക് കൂച്ചുവിലാണ് ഞാൻ ശ്രമിക്കുന്നുണ്ട്. വലിയ ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. എൻ്റെതിന് മാത്രമല്ല, അതുപോലെ ഓരോ മണ്ഡലത്തിലും കാണും. അപ്പോൾ അങ്ങനെ ഒരു നികൃഷ്ട ഭരണ സമ്പ്രദായം തകരണം. പകരം അവിടെ വരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അവരും ഇവിടെ ഒരു കുറഞ്ഞ ഒരു 35-40 വർഷമെങ്കിലും ഭരിച്ച് നല്ലതുപോലെ പാചകവാദ പ്രതിസന്ധി എല്ലാം ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അങ്ങയുടെ വകുപ്പ് കൂടിയതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ കേരളത്തിൽ ശ്രമം നടക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഒരു പാചകവാദ പ്രതിസന്ധിയൊക്കെ അപ്പോൾ അങ്ങയുടെ വകുപ്പ് കൂടി ആയതുകൊണ്ട് തന്നെ അത് തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയം. അവർ പറയുന്നത് കേട്ടാ തോന്നും അവിടെയൊക്കെ ബോംബിട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വകുപ്പാണെന്ന് തോന്നുന്നു. എന്ത് വിഡ്ഢിത്താണ് ഈ പറയുന്നത്. നമ്മൾ ഓരോ വീട്ടിലും യുദ്ധം ആണ്. നമുക്ക് ചരക്കില്ലാത്തത്, ചരക്കിൻ്റെ ഒഴുക്കെന്ന് പറയുന്നത് ഇപ്പോൾ ഇഴയുകയാണ്. ഇത് ലോകത്തിന് അറിഞ്ഞൂടെ? ഓരോ വീട്ടിലെ അമ്മമാർക്ക് അറിഞ്ഞൂടെ? സർക്കാർ ഒരു നിയന്ത്രണം അടിച്ചേൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുണ്ട്. അവർ പറയും, അമ്മേ അല്ലെങ്കിൽ മുത്തശ്ശി,
ഇത് ഗ്യാസിൻ്റെ ലഭ്യത കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നമ്മളിത് ചെലവാക്കണം എന്ന് പറയുന്ന ജാഗ്രത പൗരനാണ് നിർദ്ദേശിക്കുന്നത്, പൗരനാണത് നിഷ്കർഷിക്കുന്നത്, പൗരനാണത് നടപ്പിലാക്കുന്നത്, സർക്കാരല്ല. സർക്കാരിനത് പിന്തുണയാണാവുന്നത്. മറിച്ച് ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ തന്നെ ഗ്യാസ് കേന്ദ്രങ്ങൾ ഇനി ബോംബിട്ട് നശിപ്പിച്ച് കളയാമെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർ മാത്രമാണ് പ്രതിപക്ഷമെന്ന് അവർ ഡെയിലി കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങി ഇത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് രണ്ടും, എൻ്റെ വാഗ്ദാനങ്ങളും പൊള്ളയല്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ശ്രമം നടത്തുന്നുണ്ട്. ഒരു വീട് പോലും അടുക്കള, നമുക്ക് ജീവിതം വീടുകളിലല്ലേ, നമ്മൾ എവിടെ പോയി കഴിച്ചാലും കച്ചവട സ്ഥാപനങ്ങളുണ്ടാവും, അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മൾ ഫസ്റ്റ് കെയർ അവിടെയാണ് കൊടുക്കുന്നത് സിറ്റിസൺ. ആ സിറ്റിസണിന് എമർജൻസി കെയറിങ് സംവിധാനങ്ങളുണ്ട്. ആശുപത്രി, ഹോസ്റ്റലായാലും ക്യാൻറ്റീനുകൾ, ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് ഒരു എക്സ്ട്രാ കരുതൽ, ഇതെല്ലാം പുട്ട് ഇൻ പ്ലേസ് ആണ്. വളരെ ഭംഗിയായിട്ട് പ്രതിവിധികൾ സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് കാലത്തൊരു കുത്തിത്തിരിപ്പ് വന്നത് ഇന്ന് ഒടിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അതിന് ഞാൻ പ്രഖ്യാപിക്കണം. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ പേരുകൾ പറയേണ്ടി വരും, അവർക്കൊക്കെ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ കാലത്ത് IOCയുടെ ചെയർമാനും സ്റ്റേറ്റ് ഹെഡുമായിട്ട് ഫോൺ കോൺകോളിലിരുന്ന് അത് സോർട്ട് ഔട്ട് ചെയ്യേണ്ടി വന്നില്ല. ആ ഒരു ഒരു ആവലാതി എന്ന് പറയുന്നത് തന്നെ ഫ്രോഡായിരുന്നു. അത് തീർത്തു. അവസാനത്തെ ചോദ്യം, ഈ MP-മാർ രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയത്തില്ല. കാരണം അതെല്ലാം അവരുടെ പാർട്ടിയിലെ കരുത്തോ കരുത്തില്ലായ്മയോ അവരുടെ അധികാര കൊതിയോ അല്ലെങ്കിൽ കൊതിയില്ലായ്മയോ ഒക്കെ ആയിരിക്കാം. അതിനെക്കുറിച്ച് പറയാൻ എനിക്കൊരു അവകാശവുമില്ല. പക്ഷേ യോഗ്യത ഞാൻ തെളിയിക്കുന്നത്, എനിക്ക് കേരളത്തിൽ ഇന്ന് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു ഭാരതീയ ജനതാ പാർട്ടി NDA സഖ്യത്തിൻ്റെ മുന്നേറ്റം എന്ന് പറയുന്നത് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ട്, ഞാൻ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആ ചാട്ടത്തിന് ഒരിക്കലും തയ്യാറാവില്ല. അങ്ങനെ എൻ്റെ നേതാക്കൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ഈ പണി അവസാനിപ്പിച്ച് ഇപ്പോൾ പോകും, ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങത്തില്ല. എന്നെ 5 വർഷത്തേക്ക് നല്ലതുപോലെ കാശ് ചെലവാക്കി നല്ല ശക്തന്മാരുമായിട്ട് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ഒരു കസേരയെ കൊണ്ടിരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കുന്നതുവരെ ആ കസേരയിൽ ഞാൻ ഇരിക്കും, അവിടെ നിന്ന് ചെയ്യാനുള്ള ജോലി ചെയ്യും. ഇതൊന്നും മറ്റുള്ളവരെ ഉപദേശിച്ചതാണെന്നും വിചാരിക്കണ്ട. സുധാകരൻ ചേട്ടനെയൊക്കെ എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ കരുത്ത് എന്താണെന്നും എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പറയണമെന്നാണോ എനിക്ക് ആഗ്രഹിക്കുന്നത്? ഒരിക്കലും എനിക്കത് പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ അവകാശം, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതലുള്ള ആ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കും. അതുപോലെ തന്നെ സുധാകരൻ സാർ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില നടപടികളോട് ഞാൻ എൻ്റെ നീരസം ഞാൻ അറിയിച്ചിട്ടുണ്ട്. ശബരിമലയുടെ മുമ്പിൽ ചെന്ന് കൈകെട്ടി നിന്നതെല്ലാം ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിലൊരു വിഷമം ഉണ്ടായിട്ടില്ല. ഞാനത് മൈക്കെടുത്ത് വെച്ച് വിളിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ഇഷ്ടവും അനിഷ്ടവും ഒക്കെ ഉണ്ടാകും. പൂർണ്ണമായിട്ടും ഇഷ്ടം മാത്രം കിട്ടിയ ഒരാൾ പോലും ഈ ലോകത്തില്ല. രാഷ്ട്രീയക്കാരനെ വിടും. ഈ 2029 തൃശ്ശൂരിലെ വോട്ടർമാർ ശ്രീ സുരേഷ് ഗോപി വിലയിരുത്തുമ്പോൾ ഫുൾ മാർക്ക് സുരേഷ് ഗോപിക്ക് നൽകാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവണമല്ലോ. എൻ്റെ അധ്വാനം മുഴുവൻ അതല്ലേ. അല്ലെങ്കിൽ എനിക്ക് ഒറ്റക്കൊമ്പന് കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് നിങ്ങൾ അന്വേഷിക്കും. അതൊന്നും പരസ്യപ്പെടുത്താനൊക്കത്തില്ല. ഇൻകം ടാക്സിന് അറിയാം, ഒന്ന് അന്വേഷിക്കും. എനിക്കത് മേടിച്ച് അതിൻ്റെ പിന്നാലെ നടന്നാൽ പോരെ. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി നടന്നാൽ പോരെ. ഇപ്പോൾ തൃശ്ശൂരിലെ ശ്രീ സുരേഷ് ഗോപിക്ക് ഉണ്ടായ അന്നുണ്ടായ ഒരു ഞെട്ടിക്കുന്ന വിജയം, ആ ഞെട്ടിക്കുന്ന വിജയമാണ് ഒരു സുരേഷ് ഗോപി നിർത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത്. അത് ആവർത്തിക്കുന്നു. തീർച്ചയായിട്ടും 2024 ആദ്യമായിട്ട് തൃശ്ശൂരിൽ NDAക്കൊരു MP ഉണ്ടായതുപോലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ മണലൂരിൽ ആദ്യമായിട്ട് NDAക്ക് ഒരു MLA ഉണ്ടാവും. ഈ ത്രികോണ മത്സരത്തിൻ്റെ വീറും വാശിയൊക്കെ എങ്ങനെയുണ്ട് മണലൂർ? ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ്. പക്ഷേ മത്സരത്തിൽ NDA വിജയിക്കും, അത് ഞങ്ങൾക്ക് സംശയമൊന്നും. ഇപ്പോൾ തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് എല്ലാവരെയും ഞെട്ടിച്ച ഒരാൾ കൂടിയാണ് അനീഷ് കുമാർ. ശ്രീ സുരേഷ് ഗോപിയുടെ വിജയത്തോടെ